ഫയർമാൻ എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ തേജാബായി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രിട്ടിക്കലി അക്ലൈംഡ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു പ്രോസസ്സിലേക്ക് സിനിമ മൊത്തമായിട്ട് മാറിയായിരുന്നു. അതിപ്പം എൻ്റെ സിനിമ എന്ന് മാത്രമല്ല, പൊതുവെയുള്ള സിനിമക്കാരെല്ലാവരും ആ ഒരു പാറ്റേണിലേക്ക് പോയി. അങ്ങനെ കുറേ കഥകൾ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടും നമ്മുടെ അറിയാവുന്ന കഥകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളായ മനോജും രഞ്ജിത്തും കൂടെ ഒരു കഥയായിട്ട്, എനിക്കതിനു മുമ്പ് അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഒരു ആശയം പറയായിരുന്നു, ഇങ്ങനെ ഫയർമാൻ എന്ന് പറയുന്നൊരു സിനിമയുടെ ആശയം. അത് ഭയങ്കര രസകരമായിട്ട് ഞാൻ ഓർക്കുന്നത്, അപ്പം ഇങ്ങനൊരു കഥ പറയുമ്പോൾ അതിലൊരു ഹീറോ എന്ന് പറയുന്നത് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്നാണ് മനോജും രഞ്ജിത്തും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പം എനിക്കെന്തോ ഈ കഥയൊരു ഡ്രാമ കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അല്ല നമുക്കതൊരു ടാക്സി ഡ്രൈവർ ആക്കാം നമ്മുടെ ഹീറോ. അയാൾ അവിടെ കയറി രക്ഷപ്പെട്ടിരിക്കുക മാത്രമല്ലേ ഉള്ളൂ ഒരു ഡ്രാമ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ട്രിവാൻഡ്രത്ത് താജ് ഹോട്ടലിൽ ഇരുന്നിട്ട് മനോജിരിക്കൊണ്ട് അപ്പം ഞാൻ മനോജിൻ്റെ അടുത്ത് പറയണം, മനോജ് നമുക്കിത് എങ്ങനെയെങ്കിലും ഒരു ടാക്സി ഡ്രൈവർ ആക്കാമെന്ന് പറയുമ്പം മനോജ് അവർ അതിനു മുമ്പ് സിനിമ എഴുതിയിട്ടുണ്ട്, സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ബൗൺസ് ചെയ്യുന്ന സിനിമയിൽ ഇല്ല, അതിനു മുമ്പ് മനോജ് സിനിമ ചെയ്തിട്ടില്ല. അപ്പം വളരെ സ്ട്രോങ് ആയി കൺവിൻസിങ് ആയി എന്നോട് പറഞ്ഞു, ഇല്ല നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ടാക്സി ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നോക്കാം. പറഞ്ഞു ഇല്ല, നമ്മുടെ മനസ്സിലുള്ള കഥാപാത്രം ഫയർമാൻ, അദ്ദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്, എങ്കിൽ മാത്രമേ നമുക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്ക് വിട്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പം രണ്ടുപേരും കൂടെ എനിക്കത് യോജിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാനും അവർക്ക് അവരുടെ ശക്തമായുള്ള നിലപാടിൽ അവർ നിന്നിട്ട് നമ്മളങ്ങ് പിരിയുകയാണ്. പക്ഷേ ഈ സബ്ജക്റ്റിൻ്റെ ഒരു 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 എന്താ പറയുക, ആ തോട്ടിൻ്റെ ഒരു പ്രസക്തി അത്രമാത്രമായിരുന്നു. ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മനോജിനെയും രഞ്ജിത്തിനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല നമുക്ക് ഫയർമാൻ തന്നെ ആക്കാം, ക്യാരക്ടറും ഫയർമാൻ എന്നാക്കാം. അപ്പോൾ അവരുടെ അന്നത്തെ ഉറച്ച നിലപാട് പോലെ തന്നെ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക രസകരമായി വന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റായി വന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫയർമാൻ എന്ന് പറയുന്ന ആ കഥാപാത്രം തന്നെയാണ്. അപ്പോൾ ആ നിലപാടിനോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വലിയ ഒരു ആ നിലപാടിനോട് തന്നെ എൻ്റെ ശക്തമായിട്ടുള്ള പിൻബലം കൊടുത്തിട്ട് കഥ മുന്നോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4 വർഷത്തോളം എടുത്തു ആ ഫുൾ സ്ക്രിപ്റ്റ് ആക്കാനായിട്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഇങ്ങനൊരു സിനിമ വർക്കൗട്ടാവുന്ന ആർക്കും അറിയത്തില്ല. ഞാൻ കഥ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനോജ് രഞ്ജിത്ത് പല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയി, പലർക്കും ഈ ഒരു സബ്ജക്റ്റ് ഇത്രയും തീയും പുകയൊക്കെ ഷൂട്ട് ചെയ്യാൻ മലയാളത്തിൽ പറ്റുമെന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് പ്രോജക്റ്റ് നമ്മൾ പകുതി വഴി വരെ പോയിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ പ്രോജക്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട്, എന്തായിരുന്നാലും ഈ 4 വർഷം അവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അവരുടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല യാത്രകളിലൂടെയും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു റൂം എടുത്തവരടുത്തിരിക്കുന്ന ഒരു പരിപാടിയല്ലായിരുന്നു. നമ്മൾ പല യാത്രകൾ പോകും, തിരുവനന്തപുരം ചുറ്റുപറ്റത്തു നിന്നൊക്കെ തന്നെയാണ് യാത്ര ചെയ്യും. വഴിയരികിലുള്ള തട്ടുകടകളിൽ നിന്ന് ദോശയൊക്കെ കഴിച്ച് തന്നെ ഉണ്ടാക്കിയ കഥയാണ് ഫയർമാനിലുള്ള നമ്മളിന്ന് കാണുന്ന പൂർണ്ണമായിട്ടുള്ള രൂപരേഖ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാനും നമ്മുടെ സുഹൃത്തുക്കളും കൂടെ മനോജ് രഞ്ജിത്തും ഞാനും കൂടെ ഇത് ഒരു കഥാരൂപത്തിലായിട്ട് കുറേ നാൾ വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഏത് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകണമെന്നും. അങ്ങനെ ഞാൻ ലാലേട്ടനെ കണ്ടു. ലാലേട്ടൻ ചെറിയ രണ്ടൊന്ന് കൺഫ്യൂഷൻ പറയുന്നു. പൃഥ്വിയുടെ അടുത്ത് പറയുന്നു. പൃഥ്വി പറഞ്ഞു നമുക്കിത് ചെയ്യാൻ, പക്ഷേ ഇന്ന സമയം എടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഇവരുടെ ആരുടെയെങ്കിലും ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിലാണ് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന, അതായത് തിരക്കഥാകൃത്തായ നജീം കോയ മുഖേന ഒരു കോൾ വരുന്നത്. മിലൻ ജലീൽ മമ്മൂക്കയെ വെച്ചിട്ട് പടം ചെയ്യാനായിട്ടിരുന്നു, അതിൻ്റെ സ്ക്രിപ്റ്റൊന്നും റെഡി ആയിട്ടില്ല, അപ്പോൾ പുള്ളിക്കാരൻ നല്ല സ്ക്രിപ്റ്റുകൾ നോക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ നജീമാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. നജീം പറഞ്ഞു, ഞാനിങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്, ആ പുള്ളിക്കാരൻ്റെ ആ കഥ വർക്കൗട്ടാവും മമ്മൂക്കയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുകയും അങ്ങനെ ജലീൽക്ക് എന്നെ വിളിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ദീപു, അപ്പം ജലീൽക്ക് എൻ്റെ നിന്ന് കഥയൊന്നും കേട്ടിട്ടില്ല. ജലീൽക്ക് പറയണം നമുക്കൊരു കാര്യം ചെയ്യും, മറ്റന്നാൾ എറണാകുളത്ത് വന്നിട്ട് മമ്മൂക്കയെ കാണാമെന്ന് പറയുന്നു. ഞാൻ ഈ സബ്ജക്റ്റുമായിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ഒരു വിശ്വാസമില്ല. കാരണം എന്ന് വെച്ചാൽ മമ്മൂക്ക ഡേറ്റ് തരിക എന്നൊക്കെ പറയുന്നത് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ ഇല്ല എന്നുള്ള കാര്യത്തോട് പറഞ്ഞ സ്ഥിതിക്ക് പോകാം, ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്നുള്ള കാര്യത്തില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു ഉഴപ്പൻ രീതിയിൽ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരുന്ന ഒരു ബുക്കുമായിട്ട് ഞാൻ ബുക്കിലാണ് ഈ 1 ലൈൻ എഴുതി വെച്ചിരിക്കുന്നത്. നേരെ പോകുന്നു, എറണാകുളത്തെ ഹോട്ടലിൽ താമസിക്കുന്നു. രാവിലെ 10 മണിയായപ്പോൾ ഞാൻ ഒരു 9 മണിയായപ്പോൾ കുളിച്ച് റെഡിയായിട്ട് വന്ന് ഒരിക്കൽ കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വായിച്ചു നോക്കാമെന്ന് പറഞ്ഞ് പേജ് ടേൺ ചെയ്ത് നോക്കുമ്പം ഞാൻ എടുത്തുകൊണ്ടുവന്ന ബുക്ക് മാറിപ്പോയി. ഞാൻ ഫയർമാനിന് വേണ്ടി എഴുതി വെച്ച ബുക്കല്ല ഞാൻ കൊണ്ടുവന്നത്, ഞാൻ വേറൊരു 2 ബുക്കുണ്ട് ഒരുപോലെ ഇരിക്കുന്നത്, അതായിപ്പോയി. എൻ്റെ ഓർമ്മയിൽ മാത്രമേ പിന്നെ ഈ സ്ക്രിപ്റ്റ് ഉള്ളൂ. അവിടെ വെച്ചിട്ട് ഞാൻ ഒരിക്കൽ കൂടെ 1 ലൈൻ വീണ്ടും ഞാൻ എഴുതി നോക്കുകയാണ്. അപ്പോൾ ഓർമ്മയിലുള്ള എല്ലാം കറക്റ്റായി വന്നു. അത് കഴിഞ്ഞു ഞാൻ നേരെ മമ്മൂക്കയുടെ വീട്ടിൽ പോകുന്നു. വളരെ സീരിയസ് ആയി മമ്മൂക്ക അവിടെ ഇരിക്കുന്നുണ്ട്.
ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തൊക്കെ പറഞ്ഞു ബാ ഇരിക്കുന്നു പറഞ്ഞു ഇരുന്നു. എന്നിട്ട് മമ്മൂക്ക എൻ്റെ അടുത്ത് കഥ പറയാൻ പറയാം. ഞാൻ കഥ പറഞ്ഞു തുടങ്ങിയപ്പം പുള്ളിക്കാരൻ മൊബൈലെടുത്ത് എന്തോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും ഈ പറഞ്ഞതുപോലെ കഥ കേൾക്കാൻ താല്പര്യമില്ല എന്താണെന്നറിയില്ല. ഞാൻ ഒന്ന് പോസ് ചെയ്ത് പറഞ്ഞു അവിടെയല്ലേ നിന്ന് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എൻ്റെ കണ്ടിന്യൂഷൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ അപ്പം എന്താണ് ഇനി നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയും പുള്ളിക്കാരൻ മൊബൈലിൽ നോക്കി അതിൻ്റെ അഭിപ്രായം പറയുകയും ഇടയ്ക്ക് മൊബൈലിൽ മെസ്സേജസ് കൊണ്ട് ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പുള്ളിക്കാരൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ആവുന്നുണ്ട്. അപ്പം ഞാൻ ഇറങ്ങിയപ്പം ജലീൽക്ക് പറഞ്ഞു ദീപു ഇപ്പോൾ ഇരിക്കുന്ന സീറ്റിൽ MT വാസുദേവൻ നായർ വരെ ഇരുന്ന് കഥ പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. ആ ദിവസം പുള്ളിക്കാരൻ്റെ ഒരു ശീലമാണിത്. പുള്ളിക്കാരൻ്റെ കഥ കേൾക്കാൻ ഇത്രയും മതി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഈ സിനിമ ചെയ്യുന്ന അങ്ങനെയൊന്നും പറയില്ല. എന്തായിരുന്നാലും ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആലോചിക്കാം, നമുക്ക് അപ്പം ആലോചിക്കാം ശരി എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ പ്രതീക്ഷയും അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ജലിക്ക് പറഞ്ഞ് നമുക്ക് ഓക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെയല്ലേ പറഞ്ഞു ദീപു അങ്ങനെയൊക്കെയാണ്, പക്ഷേ എന്നാലും നമുക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് കൺവിൻസിങ് ആയിട്ടൊരു റെസ്പോൺസായിട്ട് എടുത്തില്ല. ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരികയാണ്. 2 ദിവസം കഴിഞ്ഞ് ജലിക്ക എന്ന് പറഞ്ഞു ഓക്കെയാണ്, അടുത്ത മാസം പടം ഷൂട്ട് ചെയ്യണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒന്നീ ജലിക്കയ്ക്ക് കേട്ടത് തെറ്റായിപ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഞാൻ വീണ്ടും എനിക്കറിയാവുന്ന സോഴ്സിനെ വിളിച്ചു വെച്ചപ്പം മമ്മക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു ചെയ്യണം. അപ്പം മൊബൈലിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കഥ പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന വ്യക്തിക്ക് എത്രമാത്രം ഈ കഥ ഉള്ളിലെത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നെക്സ്റ്റ് മീറ്റിങ്ങിന് ഞാൻ ചെല്ലുമ്പം മമ്മക്ക ഫുൾ ലേൺഡാണ്. അതായത് ഒരു ഫയർഫോഴ്സുകാരൻ്റെ ജോലി, അയാളുടെ ദിനചര്യകൾ, അയാളുടെ രീതികൾ, അയാളുടെ യൂണിഫോം, ഇങ്ങനെയുള്ള ആക്ഷൻ വരുമ്പോൾ എന്തൊക്കെ ചെയ്യും, ആരൊക്കെയാണ് അതിൻ്റെ ഹയറാർക്കി, എന്തൊക്കെ ഫുൾ ഡീറ്റെയിൽ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ 2ാമത്തെ മീറ്റിങ്ങിന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്ന് ചോദിക്കാൻ പുള്ളിക്കാരൻ അതിങ്ങനെയല്ലേ അപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. അപ്പം നമുക്കത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു എന്താ പറയുക ഒരു ത്രോ വന്നു തുടങ്ങി. അപ്പം പിന്നെ നമുക്ക് എളുപ്പമായ കാര്യങ്ങൾ. അപ്പം നമ്മൾ അങ്ങോട്ട് മമ്മൂക്കയുടെ അടുത്ത് ഞാൻ ചില കാര്യങ്ങൾ പറയും. ഇത് കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ എൻ്റെ കാര്യത്തിലൊരു ഉറപ്പുണ്ടെന്നുള്ള കാര്യം എനിക്ക്, അതായത് ആസ് എ ടെക്നീഷ്യനാണോ ആസ് എ റൈറ്ററാണോ എന്തോന്നും അറിയത്തില്ല. എനിക്ക് തോന്നി ഫുൾ സ്ക്രിപ്റ്റ് കാഴ്ച കേട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങുന്നു. ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് ചെല്ലുന്നു. അപ്പോൾ ഒരു സംശയമുണ്ട്. പക്ഷേ ഞാനിത് പറഞ്ഞ് ക്ലൈമാക്സോട് വന്നുമ്പം മമ്മൂക്ക തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി ഇങ്ങനെ ആയിരിക്കില്ലേ. ഞാൻ പറഞ്ഞു അതെ അടിപൊളി അങ്ങനെ വേണം. പുള്ളിക്കാരൻ്റെ ഒരു ആവേശം കണ്ടപ്പം എനിക്ക് അപ്പോഴാണ് പൂർണ്ണമായിട്ട് ഞാനും ഈ സിനിമ പുള്ളിക്കാരൻ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാവുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് പുള്ളിക്കാരൻ നീങ്ങി. കാരണം ഈ യൂണിഫോമിൻ്റെ കാര്യത്തിൽ പുള്ളിക്കാരന് അവിടെ ഇട്ടുകൊണ്ട് വരുന്നൊരു ഡ്രസ്സിൻ്റെ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് ദിവസം അയച്ചില്ല ഇത് മതിയോ, ഇതാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനൊരു സംശയം ചോദിച്ചിട്ട് അപ്പം അന്ന് ഞാൻ പറയുന്നത് 2014 നടക്കുന്ന കാര്യമാണ്. 2014 ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ട് ഒരു മിലിറ്ററി ക്യാമഫ്ലേജ് ഷർട്ടും പാൻസൊക്കെ ഇപ്പോൾ ഭയങ്കര ഫാഷനാണ്. അന്ന് ആരും അങ്ങനെ ഇടത്തില്ല. നമുക്ക് അതിൽ ത്രൂ ഔട്ട് ഇട്ടേക്കുന്ന ആ ഒരു ഷർട്ടാണ്. ആ പുള്ളിക്കാരൻ ഡ്രസ്സ് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറയും നമ്മൾ ഇടാൻ പോകുന്ന ഷർട്ട് ഇങ്ങനെ ആയാലോ. അപ്പം ഞാൻ പറഞ്ഞാൽ അതൊരു മിലിറ്ററി ഷർട്ടല്ലേ. അല്ല അതിപ്പം ആൾക്കാർ കമേഴ്ഷ്യൽ യൂസ് ചെയ്ത് തുടങ്ങി. അതായത് ഇപ്പോൾ സാധാരണ കാഷ്വൽ വെയർ ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ റിസർച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കാണാം ആ ഇയർ പാരീസ് ഫാഷൻ വീക്കിൽ വന്ന ലോഞ്ച് ചെയ്ത പാറ്റേൺ ആണ് മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറയുന്നത്. അത് ഇന്ന് സിനിമ കണ്ടാൽ അറിയാം. അത് ഇന്ന് പലരും ഇട്ടുകൊണ്ട് കിടക്കുന്ന സാധനം അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത മമ്മൂക്കയാണ് ആ പടത്തിൽ. ആ കോസ്റ്റ്യൂം പാരീസ് ഫാഷൻ വീക്കിൽ ആ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോസ്റ്റ്യൂമാണ്. അതാണ് ഇപ്പോൾ പക്ഷേ വളരെ എല്ലാവരും ഇടുന്നൊരു സംഭവമാണ്. പക്ഷെ അത് അന്ന് എത്രയോ വർഷം മുമ്പ്, അതായത് ഇപ്പം 8 വർഷത്തിന് മുമ്പ് മമ്മൂക്ക അന്നത് മുൻകണ്ട് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു എന്ത് പറയാനായിട്ട് ഈ പറയുന്നുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും പുള്ളിക്കാരൻ സ്റ്റിൽ ഒരു യങ്സ്റ്ററിനെ പോലെയാണ് ആ കാര്യങ്ങളെല്ലാം അപ്രോച്ച് ചെയ്യുന്നതും അതിനെല്ലാം വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്. കാരണം ശരിക്കും പറഞ്ഞ ഒരു നായികയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയല്ല. എന്ന് പറഞ്ഞാൽ നായിക ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് നമ്മൾ പറയുമ്പം ജെൻഡർ ബാലൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയർഫോഴ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോഴൊന്നും സ്ത്രീകളില്ല ആ ഫോഴ്സിലേക്ക്. പോലീസിലും ഇതൊക്കെ ഉണ്ട്. അപ്പം ഒരു സ്ത്രീയുടെ പ്രസൻസ് ആ സിനിമയിൽ ഭയങ്കര അനിവാര്യമായിരുന്നു. പക്ഷേ നമുക്ക് ഫയർഫോഴ്സിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കമ്മീഷണർ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ഒരു സ്ത്രീ കഥാപാത്രമാക്കുകയും അതാണ് ഈ പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു നായികയ്ക്ക് വേണ്ടി ആ ഒരു ക്യാരക്ടർ കൊണ്ടുവരികയായിരിക്കും. പക്ഷേ ഒരിക്കൽ അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് ഭയങ്കര റിയലിസം ആഡ് ചെയ്തു. കാരണം നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ഫോഴ്സിൽ ഇങ്ങനെ വരുന്നത് സ്ത്രീകളാണ്. IPSകാരായിട്ടുള്ള കമ്മീഷണേഴ്സും അസിസ്റ്റൻറ്റ് കമ്മീഷണേഴ്സും. അത് നമ്മൾ പലരും ഇപ്പോൾ കമ്മീഷണർ എന്ന് പറയുമ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് അതുപോലെ വേണമല്ലോ. നമുക്കൊരു
ഭയങ്കര ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിന് നമുക്ക് കമ്മീഷണറായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ 2-3 ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് നൈലയൊന്ന് ട്രൈ ചെയ്താലോ എന്ന്. അപ്പോൾ നൈല അതിനു മുമ്പ് ചെയ്തിരുന്നത് ഒരു അമ്മയുടെ കഥാപാത്രം അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമുക്കൊരു അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഒരു ഹൈറ്റും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഈ ക്യാരക്ടറിലേക്ക് എത്തിക്കാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. പുള്ളിക്കാരി വന്നു. വരുമ്പോഴും എനിക്ക് നൈലയെ പേഴ്സണലി വലിയ പരിചയമില്ല, കേട്ടിട്ടുണ്ടെന്നുള്ള അല്ലാതെ. പക്ഷേ ആ ക്യാരക്ടറിന് ഏറ്റവും ഉചിതമായ ഒരു കാസ്റ്റിംഗ് ആയിരുന്നു നൈല. കാരണം നമ്മൾ കുറേ ആർട്ടിസ്റ്റുകൾ ട്രൈ ചെയ്തു, പക്ഷേ അവരാരും ആ ഒരു ട്രാക്കിലേക്ക് വരാൻ പക്ക ബോഡി ലാംഗ്വേജ് ഇല്ല. കാരണം ഇത്രമാത്രം ആക്ഷനും ഈ പറയുമ്പോൾ വയലൻസും ഒക്കെ നടക്കുന്നതിനിടയിൽ വന്ന് നിന്ന് പെർഫോം ചെയ്യേണ്ട ഒരാളാണ് നായിക അല്ലെങ്കിൽ ആ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര, അതായത് യൂണിഫോം ഇട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിലൊരു IPS ഉദ്യോഗസ്ഥ വരുമ്പോൾ തന്നെ തോന്നിയ കുറേ നിമിഷങ്ങളുണ്ട്. 2, പ്രാധാന്യമർഹിക്കുന്ന വേറൊരു വലിയ ക്യാരക്ടർ ചെയ്ത 2-3 വ്യക്തികളെ മറക്കാൻ പറ്റത്തില്ല. ഒന്ന് ഉണ്ണി മുകുന്ദൻ എന്നത് യങ്സ്റ്ററാണ്, ഹീറോ അത് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു കഥ പോയി പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ ആ ഒരു മെറിറ്റ് മനസ്സിലായി വന്ന് ചെയ്തു എന്നുള്ളത്, അത് ഉണ്ണിയുടെ അടുത്ത് ഈവൻ നൗ ഐ എം വെരി താങ്ക്ഫുൾ ആ ഒരു ക്യാരക്ടർ ഉണ്ണി ചെയ്തത്. 2, ഏറ്റവും അനുയോജ്യമായ മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് സിദ്ദിഖയുടെ ക്യാരക്ടറാണ്. സിദ്ദിഖേട്ടൻ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടും ഇതൊക്കെ. അപ്പോൾ വളരെ റീസെൻ്റായിട്ട് ഞാനൊരു ഫയർമാൻ്റെ ഒരു ട്രോള് കണ്ട് ചിരിച്ചുപോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ, അതായത് ജയിലിനകത്ത് ആളെ കണ്ടിരിക്കുന്നത് സിദ്ദിഖാണ്, എന്തു പറയാനായിട്ട് ഈ ടാങ്കറിൽ നിന്നും ഗ്യാസ് ഇങ്ങോട്ട് ഇത് ചെയ്യാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന സിദ്ദിഖാണ്, പോലീസിനോട് ഇൻഫർമേഷൻ കൊടുക്കുന്ന സിദ്ദിഖാണ്. അപ്പം ആരും എടുത്തോളൂ, അപ്പോൾ ഈ പടത്തിൻ്റെ ഹീറോ ഈ സിദ്ദിഖിൻ്റെ കഥാപാത്രം അല്ലേ എന്ന് ചോദിക്കുന്നൊരു ട്രോളുണ്ടായിരുന്നു. അത് കണ്ട് ശരിക്കും ഞാൻ അപ്പോൾ ആലോചിച്ചു, ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു സിദ്ദിഖയുടേത്. 2, ആ സിനിമയിലെടുത്ത 2 വലിയ റിസ്കുകൾ എന്ന് പറയുന്ന, ഒന്ന് ജയിലിനകത്ത് റിവോൾട്ട് ചെയ്യുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഒരു റോള് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൽ പല പേരുകൾ വന്നിട്ടും എനിക്ക് റിയൽ ലൈഫിൽ ഒരു പാർട്ടി പ്രവർത്തകൻ സമരം മുഖങ്ങളിൽ നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്ന ആ രൗദ്രഭാവം തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് വേണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ ഈ പറയത്തില്ലേ, നമ്മുടെ മുന്നിൽ തന്നെ കാണുന്ന ഇത് പറയില്ലേ മാണിക്യം എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത എൻ്റെ സുഹൃത്താണ് സാബു മോൻ. അപ്പോൾ സാബു, എനിക്കറിയാം സാബുവിനെ ഈ സിനിമയിൽ കാണുന്നതല്ല, പേഴ്സണൽ ലൈഫിൽ ഞാനൊരു 10-21 വർഷമായിട്ട് എനിക്കറിയാമെന്നുള്ള അവൻ്റെ സ്വഭാവം ശരിക്കും ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ സാബുയുടെ ഇതാണ് സംഭവം, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സിനിമകൾ പോലും അതാണ്. അപ്പോൾ അവനും അത് മനസ്സിലായി, നമ്മൾ തമ്മിൽ അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇൻക്ലൂഡിങ് മമ്മൂക്കൊക്കെ ഒരു ഉറപ്പില്ലായിരുന്നു ഇവ എങ്ങനെ ചെയ്യുന്നു. പക്ഷേ ആ ക്യാരക്ടർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ സാബു അതിനകത്ത് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായി കടുംപിടുത്തം പിടിച്ചു, ഇത് സാബു തന്നെ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ഇതായിട്ട് ചെയ്തു. പക്ഷേ കാരണം എന്നാലേ എനിക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതാണ് സാബുവിലെത്തിച്ചതും. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി, കാരണം ആ ജയിലിലെ സീക്വൻസ് ഫൈറ്റ് പോലും ഫൈറ്റ് മാസ്റ്റർ ഇല്ലാതെ നമ്മൾ തമ്മിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടാണ് ആ സീക്വൻസസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഭയങ്കര ഒരു നല്ല അനുഭവമായിരുന്നു. അത്രയും പരസ്പരം അറിയാനുള്ള സുഹൃത്തുക്കൾ തമ്മിൽ ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് അതൊക്കെയാണ്, അഡ്വാൻറ്റേജസ് അതൊക്കെയാണ്. 2, സലീമേട്ടൻ്റെ ക്യാരക്ടർ നരേന്ദ്രൻ ആചാരി, അത് നമ്മൾ ഇതേപോലെ കുറേ കോൺടെംപ്ലേറ്റ് ചെയ്തിട്ട് അവസാനം പുള്ളിക്കാരനിലേക്ക് എത്തുകയും പുള്ളിക്കാരനെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. കാരണം അന്ന് ആ സമയത്ത് സലീമേട്ടന് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള സമയമായിരുന്നു. പക്ഷേ എന്നിട്ടും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ വളരെ സപ്പോർട്ടീവായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നിൽക്കാമെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത ഇതുണ്ട്. പിന്നെ പി ശ്രീകുമാർ, അതിലെ ഏറ്റവും നോട്ടീസ് ആ സിനിമയുടെ ശരിക്കും പറഞ്ഞാൽ ക്രക്സ് എന്ന് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ കോർ എന്ന് പറയുന്നത് ശ്രീകുമാറേട്ടൻ്റെ ക്യാരക്ടറാണ്. അത് പുള്ളിക്കാരൻ ഇതേപോലെ ഞാൻ ചെയ്യണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ സംശയം കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചൊരു ഒറ്റ കാര്യം പറയാം, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ക്യാരക്ടർ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ പടം ഉണ്ടായിരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, തിലകൻ സാറാണ്, അല്ലെങ്കിൽ വേറെ ഇല്ലാതെ റിപ്ലേസ് ചെയ്യാൻ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ശ്രീകുമാറേട്ടനെ, എനിക്കറിയാം എൻ്റെ മൈൻഡിൽ കറക്റ്റ് എഴുതുമ്പോൾ തന്നെ അങ്ങനെ ഒരു ക്യാരക്ടറിനോട് നോട്ടീസ് ചെയ്തിട്ടാണ് ഞാനത് പറഞ്ഞത്. അത് പുള്ളിക്കാരന് ഭയങ്കര കൺവിൻസ് ആവുകയും പുള്ളിക്കാരനെ ഇതേപോലെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് വന്ന് ആ സിനിമ ചെയ്തു തരികയും ചെയ്തതാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം വെച്ചാൽ അങ്ങനെ ഒരു എന്താ പറയാനായിട്ട് ഒരു സിറ്റിയുടെ നടുവിൽ അല്ലെങ്കിൽ ഒരു ഹൈവേയുടെ നടുവിൽ ഇങ്ങനൊരു ടാങ്കർ മറിയുന്നു എന്ന് പറയുന്ന സീക്വൻസ് എടുക്കാനായിട്ട് ഒരു സിറ്റിയിലും അല്ലെങ്കിൽ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ജനസാന്ദ്രതയുള്ളൊരു സ്ഥലത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ തമിഴ്നാട് ഒരു ഓപ്ഷൻ ചിന്തിച്ചു, അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും അതൊന്നും പ്രാക്ടിക്കലാവാതെ നമ്മുടെ പാലക്കാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്തൊരു ഏരിയയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്.
അതിപ്പോൾ സിനിമ കാണുമ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു പരിധിവരെ അത് കൺവിൻസിങ് അല്ല. കാരണം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്തു എന്ന് പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ. എന്നാലും അവിടെ അതായതുകൊണ്ട് കംഫർട്ടബിളായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ അത്രമാത്രം റിയലിസം എനിക്ക് സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസമാണ്. പക്ഷേ അതിന് എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ സുനോജാണ്. സുനോജ് രവി കെ ചന്ദ്രൻ്റെ, രവിവർമ്മൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ബോബൻ ചേട്ടൻ ആർട്ട് ഡയറക്ടർ, പുള്ളിക്കാരൻ അത് ഭയങ്കരമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് തന്നു. അതായത് ആ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് അത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ അൻബറുവായിരുന്നു ഫൈറ്റ് മാസ്റ്റേഴ്സ്. അപ്പോൾ അവർ ചെയ്ത ഗ്രാഫിക്സും ഫൈറ്റും കൂടെ അവർ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു ആ സിനിമ ആ ഒരു ചുരുങ്ങിയ ബഡ്ജറ്റിനകത്ത് തീർക്കാനായിട്ട്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഭയങ്കര ഉണ്ടായിരുന്നൊരു സിനിമയാണ്. ആ സമയത്തുള്ള മമ്മൂക്ക സിനിമകളിലേക്കാളും എത്രയോ ശതമാനം കുറഞ്ഞ ബഡ്ജറ്റിലാണ് ആ സിനിമ ചെയ്തത്. അത് അങ്ങനെ സാഹചര്യങ്ങളുണ്ടായതുകൊണ്ടാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ആ സിനിമ വളരെ രസകരമായി ഷൂട്ട് ചെയ്തതാണ്. ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് മമ്മൂക്ക രാത്രി വന്നതെന്ന് എങ്ങനെ ഷൂട്ട് ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ നൈറ്റ് സീക്വൻസാണ്. ഈ നൈറ്റ് സീക്വൻസ് എല്ലാം മമ്മൂക്ക എന്ന് വന്ന് ഷൂട്ട് ചെയ്യും. പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് മമ്മൂക്ക അത് വളരെ സ്പോട്ടി ആയിട്ടും അതിൻ്റെ റൈറ്റ് സ്പിരിറ്റിലെടുത്തിട്ട് രാത്രി വന്ന് പുള്ളിക്കാരൻ്റെ ബ്ലൂടൂത്തിൽ പാട്ടൊക്കെ ഇട്ട് പുള്ളിക്കാരൻ അങ്ങ് ആസ്വദിച്ചാണ് ആ സിനിമ കംപ്ലീറ്റ് ചെയ്ത് തരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വി ഷുഡ് ബി പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ യാതൊരു വിധമായിട്ടുള്ള എന്താ പറയാനായിട്ട് പ്രശ്നങ്ങളും ഉന്നയിക്കാതെ അല്ലെങ്കിൽ ഇതുമില്ലാതെ ഭയങ്കര ഈസി ആയിട്ട് നമ്മളോട് സഹകരിച്ചാണ് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യുന്നത്. അല്ല, ഞാൻ ഈ കഥയുടെ ആദ്യം പറഞ്ഞതുപോലെ ഈ മനോജിൻ്റെയും രഞ്ജിത്തിൻ്റെയും ഒരു നിലപാടുണ്ടായിരുന്നല്ലോ ഫയർമാൻ ആവണം എന്നുള്ളത്. അപ്പോൾ എനിക്കല്ല അതിൻ്റെ ഒരു ക്രെഡിറ്റ് അത് ആ എഴുത്തുകാരുടെ തന്നെയാണ്. അവരുടെ ആ ഉറച്ച നിലപാട് കൊണ്ടാണ് ആ ഫയർമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് എത്തിയത്. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അവർക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു ഈ സിനിമ. അപ്പം അതിലൊരു ഫയർഫോഴ്സുകാരൻ എന്നെ വിളിച്ചിട്ട് ഇടയ്ക്ക് ഒരു ഭയങ്കര ഇമോഷണലായിട്ടൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് ഞാൻ ആ പടം കണ്ടു, കുടുംബമായിട്ട് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, അച്ഛൻ ഈ ജോലിയാണല്ലേ അച്ഛൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അതുവരെ പോലീസിനും ഒക്കെ മാത്രം മിലിറ്ററിക്ക് മാത്രം പേരുള്ളൊരു സമയത്ത് ഫയർമാൻ എന്ന് പറയുന്നതിനും അത്രമാത്രം ഒരു എന്താ പറയുക പവറുള്ളൊരു ജോലിയാണ്. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു ബഹുമാനമൊക്കെ അവർക്ക് കിട്ടിത്തുടങ്ങി എന്നുള്ള പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു സർവീസ് സ്റ്റോറി അവതരിപ്പിച്ചു എന്നുള്ള ഇത് സിനിമാ ഫീൽഡിലും അല്ലാതെ കോമൺ പബ്ലിക്കിൻ്റെ ഇടയിലും ഭയങ്കരമായിട്ട് ഇത് ചെയ്തായിരുന്നു. എങ്കിലും ഈ പറയുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ ആ സിനിമയ്ക്ക് കിട്ടേണ്ടതായിട്ടുള്ളതൊരു ഭയങ്കരമായ ഒരു അപ്രിസിയേഷൻ കിട്ടിയെന്നുള്ള കാര്യത്തിൽ എനിക്ക് സ്റ്റിൽ ഡൗട്ട്ഫുള്ളാണ്. അതിന് കാരണമെന്ന് പറയുന്നത് അത് ഭയങ്കര റിയലിസ്റ്റിക് ആയ ഒരു സിനിമയാണ്. അതിനകത്തൊരു ഡ്രാമയോ ഒരു ഹീറോയ്ക്ക് വേണ്ടിയിട്ടൊരു സംഭവം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ പോപ്പുലാരിറ്റി ആ സിനിമയ്ക്ക് വന്നനെയായിരുന്നു. പക്ഷേ നമ്മൾ ഭയങ്കര ക്ലിയർ ആയിരുന്നു, ഇതൊരു ഗ്ലാമർ സിനിമയല്ല, ഇതൊരു റിയലിസ്റ്റിക് നടന്ന സംഭവത്തിൻ്റെ സിനിമയാക്കുന്നതാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞാനും എൻ്റെ ടീമും ഭയങ്കര തൃപ്തരാണ്. പക്ഷേ നമ്മൾ പറയില്ലേ, നമ്മുടെ ബോക്സ് ഓഫീസ് റെക്കോർഡോ ബോക്സ് ഓഫീസ് ഹിസ്റ്ററി നോക്കുമ്പോൾ അത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. പ്ലസ് ക്രിറ്റിക്കലി എനിക്ക് ഭയങ്കര അക്ലെയിം കിട്ടി. അതായത് തേജാബായി മറ്റേ ക്രേസി ഗോപാലൻ മുതലായിട്ടുള്ള കൺവെൻഷണൽ പാറ്റേൺ സിനിമകളിൽ നിന്നും പൊളിച്ച് ഒരു റിയലിസ്റ്റിക് സിനിമ ചെയ്യാൻ എനിക്ക് ധൈര്യം തന്ന സിനിമയും ആ ധൈര്യത്തിലൊരു സക്സസ് തന്ന സിനിമയാണ്. അതുകൊണ്ടാണ് എനിക്ക് തുടർന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് സിനിമ ചെയ്യുമ്പോൾ പുതിയ ആശയങ്ങൾ ചിന്തിക്കാനുള്ള ധൈര്യം തന്നത് ഫയർമാൻ എടുത്തതിൻ്റെ ആ പിൻബലം തന്നെയാണ്.